എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ഒക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു ഐറ്റം കേട്ടോ. അപ്പൊ അതെന്താന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചട്ടിയിലാണ് പാകിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ. ഒക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ. ചിലത് നല്ല കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇലയൊക്കെ കണ്ടിട്ട് എന്താ മനസ്സിലാകുന്നുണ്ടോ? ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഇതാണ് ജർജീർ കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ജർജീർ ഇങ്ങനെ പാവി ഉണ്ടാക്കുന്നത്. ജർജീർ ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്തായാലും ചട്ടിയിൽ പാവിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പം ഒക്കെ നല്ല മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ജർജീർ നല്ല ട്രെൻഡ് ആയിരുന്നു. നമ്മളെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഫിറോസ് ചുട്ടിപ്പാറ ഫിറോസ്ക്കൊക്കെ ഈ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിന്റെ വിത്തുകളൊക്കെ എല്ലാവർക്കും കൊറിയർ ചെയ്തെടുത്ത് വമ്പ ട്രെൻഡ് ആയിരുന്നു. ഇത് എന്ന് വെച്ചാൽ അവരൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോട്ടോ, ഗൾഫിലാണ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അറബികളും പിന്നെ നമ്മളെ ആളുകളൊക്കെ അവിടുത്തെ ഭക്ഷണത്തിലെ മെയിൻ ഐറ്റാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ജർജീർ, ഭക്ഷണം കഴിക്കുന്ന ശേഷമല്ല അതിന്റെ കൂടെയൊക്കെ ആയിട്ട് നമ്മൾ സാലഡൊക്കെ കഴിക്കുന്ന പോലെ ജർജീർ കഴിക്കല്. അപ്പൊ അവിടെയൊക്കെ അവർ പോയി കണ്ടതുകൊണ്ട് ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടേ അവർ നല്ലൊരു ട്രെൻഡ് ആക്കിയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇപ്പൊ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുറെ ആളുകളൊക്കെ ജർജീർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടില്ല, നമ്മൾ ചട്ടിയിൽ പാവിയിട്ട് ഒക്കെ മുളച്ചിട്ടുണ്ട്. കുറച്ച് വലുപ്പമായപ്പം ഇതിന്റെ ഇല കാണുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാലക്കച്ചീരയുടെ ഇല പോലെ ഉണ്ട്. ഏകദേശം ആ ഷേപ്പിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ചെറിയ ഇല ഉണ്ടോ, ഇത് കുറച്ച് മുളച്ച് വരുന്നേ ഉള്ളൂ, കുറച്ച് സെറ്റായി വരുന്നത്. അതിന്റെ ഇല ഉണ്ടോ, അതായത് ഇതുപോലത്തെ ചെറിയ ഇല. ഇതൊക്കെ ക്യാബേജ് കോളിഫ്ലവറിന്റെ ഒക്കെ വിത്തിട്ട് മുളപ്പിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവുക. തുടക്കത്തിൽ ചെറിയ ഇലയായിട്ട്. അപ്പം നമ്മൾ ട്രേ തൈയൊക്കെ ആക്കി ആദ്യമൊക്കെ പാവുമ്പം ഇതുപോലെ ഉണ്ടാവും. പെട്ടെന്ന് ക്യാബേജും കോളിഫ്ലവറിന്റെ ഒക്കെ തയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനുള്ളതിന് ഇതൊക്കെ കളകൾ മുളയ്ക്കും. എന്തായാലും നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്നതിൽ ഇത് കണ്ടില്ലേ, നമ്മുടെ മണിത്തക്കാളിന്റെ തയ്യൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അതൊക്കെ ചീരയുടെ തയ്യാ. ഇങ്ങനത്തെ തൈകളൊക്കെ വരും. അതൊക്കെ ഒന്ന് നമുക്ക് ഇതിനെ പറിച്ച് ഒഴിവാക്കണം. നമ്മൾ നനയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ മിക്സ് ചെയ്ത മണ്ണിലുള്ള വിത്തുകളൊക്കെ എന്തായാലും മുളച്ചില്ല. അധികം ചീര വയ്ക്കും. അതൊക്കെ ഇപ്പൊ തുടക്കത്തിൽ ഇതിൽ കാണാം, കുറച്ച് വലിയ ചീരായിട്ടുണ്ട്. പച്ച ചീരേന്റെ തയ്യാ. ഇതൊന്നും നമുക്ക് ഇതിൽ നിർത്തി കഴിഞ്ഞാല് നമ്മളെ ജർജീർ കറക്റ്റ് വളർച്ച കിട്ടൂല. അതിനൊക്കെ ഷെയ്ഡ് വന്നു പോയിട്ട് ഒക്കെ കുളമാവും. തക്കാളിയുടെ തൈയൊക്കെ മുളയ്ക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ച് നീക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ നോക്കണ്ടോ, തൈകളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ചെരിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ കുറച്ച് മണ്ണ് പാറ്റി കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മണ്ണ് അങ്ങനെ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഗ്യാപ്പിലൂടെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മണ്ണ് ഇങ്ങനെ പാറ്റി കൊടുക്കണം. അപ്പൊ ആ പണി നമുക്ക് ആദ്യം ചെയ്യാം. ആദ്യം കളകളൊക്കെ കിട്ടുന്ന കളകളൊക്കെ ഒന്ന് എടുക്കട്ടെ. എന്തായാലും സംഭവം നല്ല മുളച്ചിട്ടോ. നമ്മളെ വിത്ത് എങ്ങനെ എന്തായി കിട്ടുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാ വിത്തും കറക്റ്റായിട്ട് മുളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് വേണ്ടത് നല്ല വെയിലാട്ടോ. അപ്പൊ ഇത് മുന്നേറ്റം നമ്മൾ ചെയ്തവരൊക്കെ പറഞ്ഞത്, നമുക്ക് വിത്ത് തന്നവരൊക്കെ പറഞ്ഞു ഇതിന് നല്ല വെയിൽ വേണം. മഴക്കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പം വെച്ചത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത്, അത് മുളയ്ക്കോന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ. നമ്മൾ ആദ്യം തന്നെ വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട വെച്ചു. ഇനി നമുക്കിത് നല്ല വെളിച്ചുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കും വേണം. എന്നാലും ഇത് കറക്റ്റ് വളർന്നു കിട്ടുള്ളൂ. ആ തണലത്ത് വെച്ചോണ്ടാണ് കുറച്ചൊരു നീണ്ടു പോയിട്ടുള്ളത്. ഒന്നും കുറച്ചുകൂടെ ചെറുതായി വരും നമ്മൾ വെയിലിലോട്ട് വെച്ചാൽ. അപ്പൊ ഇനി നമുക്ക് മണ്ണ് പാറ്റി കൊടുക്കാം. കിട്ടുന്ന കളകളൊക്കെ എടുത്തിട്ടോ. ചെറിയ കള ആയതുകൊണ്ട് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഇത് അടുപ്പിച്ചുണ്ടായതുകൊണ്ട് കണ്ടില്ലേ, ചെറിയ കള ഉണ്ടായത് ഇതിന്റെ മുരട്ടുക. നമ്മളെ തൈകൾക്ക് ഇളക്കം വരും. നമ്മൾ പൊട്ടിച്ചു അപ്പൊ നോക്കാം. ഇനി പൊന്തി വരുന്ന കളകൾ കുറച്ച് വലുതായിട്ട് നമുക്ക് എടുത്ത് കളയാം. ഇതൊക്കെ കള പിന്നെയും കാണുന്നത്. മണ്ണ് ഇട്ട് കൊടുക്കലൊരു ടാസ്ക് ആട്ടോ. നോക്കാം. ഇതുപോലെ ഗ്യാപ്പിലൂടെ അങ്ങനെ മാറ്റി കൊടുക്കാം. കുറച്ച് പൊന്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ഒക്കെ ചെരിഞ്ഞു പോകും. ഇതുപോലെ അങ്ങോട്ട് ചിലതൊക്കെ നോക്കി നമ്മൾ പാവുമ്പോൾ വിത്തൊക്കെ പാവിയിട്ടും നനച്ചു കൊടുക്കും. വിത്തൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടാണ് എല്ലാം ഒരു കുഴിയിൽ വന്നിട്ടാണ് മുളച്ചിട്ടുള്ളത്. ഇതിലൊക്കെ കൂട്ടം കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റാക്കി എടുക്കും. അതിന് നമ്മളെടുത്ത് അടുത്ത ഐഡിയ ഉണ്ട്. കരുത്ത് കൂട്ടാനുള്ള ഐഡിയ നമ്മളെടുത്തുണ്ട്. അത് ചീരക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന അതേ പണികൾ ഇതിലെടുത്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നതല്ല, ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലയായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനവും ഇവിടെ നല്ല കരുത്തേക്കും. കിട്ടുന്ന കളയെടുക്കുക, ഇതുപോലെ
മണ്ണ് മാറ്റി കൊടുക്കാം. മാങ്ങ വീഴുന്ന സൗണ്ട് നോക്ക് ഷീറ്റിന്റെ മുകളിൽ. മാങ്ങ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്താ ഈ ചേർന്ന് നിൽക്കുന്ന ഒരു മാവുണ്ട് അവിടെ തന്നെ ഉണ്ടോ. ഇവിടെ ഒന്നും മാങ്ങ കാണൂല കേട്ടോ, നല്ല മുകളിലാണ് മാങ്ങ ഉള്ളത്. ഇപ്പൊ നേരെ ഷീറ്റിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പുളിയാണ്, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാണ്ട് കറക്റ്റ് മധുരം കയറി വരും. ആദ്യമായിട്ടാണ് മണ്ണിട്ട് കൊടുക്കാൻ ഇത്ര പതുക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി വേഗേ എല്ലാത്തിനും മണ്ണിട്ട് കൊടുക്കട്ടെ. മണ്ണിട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട് എടുക്കാൻ നിന്നാലേ നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പൊ നമ്മൾ എല്ലാത്തിലും മണ്ണ് പാറ്റി കഴിഞ്ഞു കേട്ടോ. കുറച്ച് റിസ്ക് ആണ് മണ്ണിടാന്, എന്നാലും പറ്റുന്ന പോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വലുതായിട്ട് മണ്ണിട്ട് കൊടുക്കാം. അപ്പം നമ്മളെപ്പോഴും പറയുന്നുണ്ട് ചീരയിലൊക്കെ നമ്മൾ കരുത്ത് കിട്ടാൻ വേണ്ടി ഐഡിയ ചെയ്യുന്നത്. അപ്പൊ ഐഡിയ തന്നെയാണ് ഇനി നമ്മളെ നല്ല ബയോഗ്യാസിന്റെ സ്ലറി ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇനി വളർച്ചയ്ക്കും ഇലകളൊക്കെ നല്ല കരുത്തിലും വരും, ചെടി പെട്ടെന്ന് വളർന്നും കിട്ടും. നമുക്ക് നനച്ചു കൊടുക്കലുമായി നല്ല വെള്ള രൂപത്തിലുള്ള സ്ലറി ആയതുകൊണ്ടേ നനവിന് വരെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലറി ഒഴിച്ചു കൊടുത്താൽ ഇത് നമ്മൾ എന്തായാലും ഒരു 1.5 വിട്ട് ഇങ്ങനെ സ്ലറി ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒന്ന് പൊന്തുന്നവരെ നല്ല കരുത്താകുന്നവരെ നമ്മൾ ഇതുപോലെ സ്ലറി ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ വളർച്ച ഇനി പെട്ടെന്നായിരിക്കും. നമ്മൾ മുളച്ചൊന്ന് സെറ്റ് ആകുന്നവരെ സ്ലറിയൊന്നും ഒഴിച്ചിട്ടില്ല. കുറുന്നനുള്ള സ്ലറി ഒഴിക്കരുത് കേട്ടോ. ചില സമയത്ത് നമുക്ക് ബയോഗ്യാസിന് ചാണകം നല്ല കലർന്ന സ്ലറി വരും, അത് ഒഴിച്ചു കൊടുത്താൽ റെഡിയാണ്. ഇതുപോലെ വെള്ള രൂപത്തിലുള്ള വേണം. അപ്പൊ നമ്മളിതേ ചട്ടിയിൽ നട്ടതുകൊണ്ടാണ്, ഒരു പരീക്ഷണം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മൾ ബെഡൊക്കെ എടുത്തിട്ട് കുറച്ച് ഏരി പാവിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും ഒന്ന് നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ. പക്ഷെ ചട്ടിയിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഉണ്ടായിട്ടൊക്കെ കാണിച്ചു തരാം. നല്ല കരുത്തൊക്കെ കിട്ടും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ നമ്മളെ വിത്ത് കുറച്ചുകൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചീരക്കൊക്കെ ബെഡ് എടുക്കുന്ന പോലെ ബെഡ് എടുത്തിട്ട് അതിൽ പാവി നടും. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതൊക്കെ നല്ല വെളിച്ചം തട്ടുന്ന കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. ഇനി നമ്മൾ ജർജീർ വിളവെടുക്കുന്നതായിട്ട് കാണിക്കുക, നമ്മൾ പറിച്ചെടുക്കുന്ന കാണിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.